എടാ ഓക്കെ, ഈ പെട്രോൾ സ്കൂട്ടറിൻ്റെ വിലയ്ക്ക് പെട്രോൾ സ്കൂട്ടറേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സുള്ള, അതിനേക്കാളും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള, അതിനേക്കാളും നല്ല ലുക്കുള്ള ഒരു സ്കൂട്ടർ, ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടുമെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കും? ഒരിക്കലും. ഇതാ അങ്ങോട്ട് നോക്ക്. എന്നാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്തായിരിക്കും? വാ നമുക്ക് ചെന്ന് അന്വേഷിക്കാം. വാ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഓലയുടെ എക്സ്പീരിയൻസ് സെൻറ്ററിലാണ്. ആൻഡ് ഇവിടെ ഈ ബോർഡ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഏകദേശം 89,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓലയുടെ ഏറ്റവും പുതിയ S1 X+ എന്ന് പറഞ്ഞ വണ്ടി കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. ആക്ച്വലി ഈ വണ്ടിയിൽ നോർമലി നമുക്ക് കിട്ടുന്ന S1 Pro അതേപോലെ തന്നെ S1 Airനേക്കാൾ എന്താണ് ഡിഫറൻസ്, ഈ ഒരു പ്രൈസിന് ഈ ഒരു വണ്ടി വെർത്താണോ, എല്ലാം നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അതിൻ്റെ ഒരു റിവ്യൂ ആയിരിക്കും ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് ഓലയുടെ S1 X+ എന്ന് പറഞ്ഞ വണ്ടി. സോ നമുക്കിത് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോകാം. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പോവാണോ പാചകം ചെയ്യാൻ പോവാണോ? ഹെൽമെറ്റ്. വണ്ടി എവിടെ? നോർമലി സിറ്റി കൂടെ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് വണ്ടി അത്യാവശ്യം നല്ല രസമുണ്ട്. ആക്ച്വലി വളരെ നല്ല ഹാൻഡ്ലിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ്. ഈവൻ സസ്പെൻഷൻ ഇപ്പോൾ നമ്മുടെ കുണ്ടും കുഴിയൊക്കെ കയറുമ്പോഴും നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അവരുടെ പുതിയൊരു ടെലസ്കോപ്പിക് സസ്പെൻഷൻ. നോർമൽ മോഡലും ഓടിക്കുമ്പോൾ വണ്ടിക്ക് നല്ലൊരു പിക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ കമ്പനി പറയുന്ന മാക്സിമം സ്പീഡ് 90 km/h കിട്ടുമെന്നാണ്. പക്ഷേ ഇത് ഒരു സ്പോർട്സ് മോഡിലിട്ട് പോകുമ്പോഴാണ് ഈ ബാംഗ്ലൂരിലുള്ള ഈ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വഴിയിൽ നമുക്ക് മാക്സിമം 60 km വരെയൊക്കെ സ്പീഡിൽ പോകാനായിട്ട് പറ്റുന്നുള്ളൂ. അത്രത്തോളം നല്ല ട്രാഫിക്കും കൺജസ്റ്റഡും ഒക്കെയാണ്. ഇനി വണ്ടി സ്പോർട്സ് മോഡിലിട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നോർമൽ മോഡിലും കുറച്ചുകൂടി ഒരു ആക്സിലറേഷൻ കിട്ടുന്നുണ്ട്, കുറച്ച് പിക്കപ്പ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പവർ തോന്നുന്നുണ്ട്. പിന്നെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ത്രോട്ടിൽ ജസ്റ്റ് മുന്നിലേക്ക് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സ്ലോ ആവുന്നത് കാണാം. എനിക്ക് ആകെ ഉണ്ടായ ഡൗട്ട് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ചായിരുന്നു. കാരണം ഇതിനകത്ത് രണ്ടും ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്കാണ് വരുന്നത്, ഡിസ്ക് ബ്രേക്ക് അല്ല. സോ കുറച്ച് ഡൗട്ട് ഉണ്ടായി. പക്ഷേ ഇംപ്രസീവ്ലി നല്ലൊരു ബ്രേക്കാണ്. നല്ല സ്പീഡിൽ വന്നിട്ട് ഒറ്റയടിക്ക് നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ടാലും സാധനം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. സോ ഞാൻ കുറച്ചുകൂടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എവിടെയെങ്കിലും നമുക്ക് ഒതുക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. സോ അങ്ങനെ നമ്മൾ ഓല S1 X+ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസ് പറയാലോ, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണിത്. ഞാൻ ആക്ച്വലി S1 Proയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, S1 Airഉം അവിടെ ഇരിപ്പുണ്ട്. ആൻഡ് അത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി എന്താ പറയുക ഈസി ടു ഹാൻഡിൽ ആയിട്ടുള്ളൊരു വണ്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക ഒരു മിനിമൽ ഫീൽ തരുന്നൊരു വണ്ടിയാണ്. ടോട്ടലി ഒരു റെട്രോ ലുക്കിലാണ് മറ്റ് രണ്ട് വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വന്നിരിക്കുന്നത്. സോ ഈ ഒരു വണ്ടി ആകെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു റെട്രോ ഫിനിഷിലാണ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഗ്ലോസി ഫിനിഷ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു മാറ്റ് ഫിനിഷ്, ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ്. ഏകദേശം 7 കളേഴ്സിലാണ് ഈ ഒരു വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. മുന്നിലായിട്ട് നമുക്ക് ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് ലോ ബീമും ഇത് ഹൈ ബീമും ആണ്. ആൻഡ് ചുറ്റും നമുക്ക് ഓല S1 Proയിൽ ഒരു DRലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ജസ്റ്റ് ഒരു ഡിസൈൻ എലിമെൻറ്റ് മാത്രമാണ്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ ജസ്റ്റ് ഹാൻഡിൽ ബാർസ് മാത്രമേ ഉള്ളൂ. മറ്റ് രണ്ട് വണ്ടികളിൽ കാണുന്ന പോലെ തന്നെ ഒരു കവറിംഗ് ഇല്ല. സോ കുറച്ചുകൂടി മിനിമൽ ആയിട്ടുള്ളൊരു ലുക്കിലാണ് ഈ ഒരു വണ്ടി. ഇവിടെ ആയിട്ടാണ് നമ്മുടെ വണ്ടിയുടെ കൺട്രോൾസ് മുഴുവനായിട്ട് വരുന്നത്. ഇത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ബട്ടണാണ്. ഇത് നമുക്ക് മോഡ് മാറ്റാനും പിന്നെ കുറച്ച് ഫംഗ്ഷൻ കീസ് അതേപോലെ മ്യൂസിക് പ്ലേ പോസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ലൈറ്റപ്പായി വരും. ആൻഡ് ഇവരിത് പാസ്കോഡ് ചോദിക്കുന്നുണ്ട്. മറ്റ് വണ്ടികളുടെ ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ പാസ്കോഡ് ടൈപ്പ് ചെയ്യാം. പക്ഷേ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ബട്ടൺ വെച്ചിട്ട് നമുക്ക് 1 2 3 എന്ന് പറയും ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 2 3 മുന്നിലേക്ക് പോകും. ഇതാണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ 3 2 1. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ പാസ്കോഡ് നമ്മൾ ഇപ്പോൾ 1 അടിക്കുന്നു. അതിനുശേഷം ഇത് അമർത്തിയാൽ അടുത്തതിലേക്ക് പോകുന്നു, വീണ്ടും അടിക്കുന്നു, ലാസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ യെസ് വണ്ടി ഓൺ ആയിരിക്കുവാണ്. ആൻഡ് ഇതാണ് ഈ ഒരു വണ്ടിയുടെ മീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഓഡോമീറ്റർ കാണാം, ഇവിടെ ട്രിപ്പ് മീറ്റർ കാണാം. ഇപ്പോൾ വണ്ടി സ്റ്റാൻഡിലാണ്. സോ സ്റ്റാൻഡിൻ്റെ ഐക്കൺ ഉണ്ട്, പാർക്ക്ഡ് എന്ന് കാണിക്കുന്നു. ഇവിടെ ആയിട്ട് നമുക്ക് സ്പീഡ് കാണാം, പിന്നെ ടോട്ടൽ ബാറ്ററി പെർസെൻറ്റേജും. ഈ ഒരു ബാറ്ററി പെർസെൻറ്റേജിൽ നമുക്ക് എത്ര കിലോമീറ്റർ റേഞ്ചാണ് കത്തുന്നതാണ്. ഇനി ഈ സൈഡിലായിട്ടാണ് നമുക്ക് ലൈറ്റിൻ്റെയും ബാക്കിയുള്ള കൺട്രോൾസ് എല്ലാം വരുന്നത്. ഇത് ഹെഡ് ലാമ്പിൻ്റെ ഐക്കണാണ്. സോ ഹെഡ് ലൈറ്റിൻ്റെ ഐക്കൺ നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ലൈറ്റ് മാത്രമായിട്ട് കത്തുന്നത് കാണാം. വീണ്ടും ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രൈറ്റ്. സോ ഇത് ഡിമ്മാണ്, ഇത് ബ്രൈറ്റ് ആണ്. ഒരു പ്രാവശ്യം കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടി ഓഫ് ആവും. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഇൻഡിക്കേറ്റർ ടോഗിൾസ് അല്ല. സോ ഇത് റൈറ്റ് ഇൻഡിക്കേറ്ററിന് വേണ്ടിയും ഇത് ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിന് വേണ്ടിയുമാണ്. സോ നമ്മൾ ലെഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻഡിക്കേഷൻ കാണാം.
റൈറ്റ് പ്രസ് ചെയ്താൽ ഇവിടെയായിട്ട് നമുക്ക് ഇൻഡിക്കേഷൻ കാണാം. ആൻഡ് താഴെയായിട്ട് നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് നമ്മുടെ റൈറ്റ് ഇൻഡിക്കേറ്ററും ഇത് നമ്മുടെ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററുമാണ്. ആൻഡ് വീണ്ടും നമ്മൾ ഇൻഡിക്കേറ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഓഫ് ആവും. അതുപോലെ ആ സെയിം സ്വിച്ചിൽ തന്നെ ഈ ഒരു വണ്ടിയുടെ ഹസാർഡ് ലാമ്പും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹസാർഡ് ലാമ്പിനായിട്ട് നമ്മൾ ജസ്റ്റ് ഇൻഡിക്കേറ്റർ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 2 ലൈറ്റും കാണാനായിട്ട് പറ്റും. അങ്ങനെ ഹസാർഡ് ലാമ്പും ഓൺ ആക്കാനായിട്ട് പറ്റും. ഇതൊരു ബേസ് അല്ലെങ്കിൽ അഫോർഡബിൾ മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അലോയ് വീൽസ് അല്ല, മറിച്ച് സാധാരണ വീൽസ് ആണ് ലഭിക്കുന്നത്. ആൻഡ് ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ്. ആൻഡ് ഇത് ട്വിൻ ടെലസ്കോപ്പിക് ആണ്, ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലും ഉണ്ട്. പറഞ്ഞ പോലെ ഫ്രണ്ടും ബാക്കും ഡ്രം ബ്രേക്ക് ആണ്, ഡിസ്ക് ബ്രേക്ക് അല്ല കിട്ടുന്നത്. പക്ഷേ ഇതിനകത്ത് CBS അഥവാ കോംബി ബ്രേക്ക് സിസ്റ്റം ഇതിനകത്ത് ഉണ്ട്. ആൻഡ് ഓൺ റോഡിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. സോ ഈ സൈഡിലായിട്ട് ഒരു സസ്പെൻഷൻ കാണാം, അപ്പുറത്തെ സൈഡിൽ സസ്പെൻഷൻ ഉണ്ട്. ഇനി ഓല S1 Pro വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഇതൊരു ഹബ് മോട്ടറാണ് വരുന്നത്. 6 കിലോവാട്ടിൻ്റെ ഒരു ഹബ് മോട്ടറാണ്. മറ്റേതിൽ നമുക്കൊരു ബെൽറ്റ് ഡ്രൈവ് മോട്ടറായിരുന്നു 11 കിലോവാട്ട്. ഇത് 6 കിലോവാട്ടിൻ്റെ മോട്ടറാണ്. പക്ഷേ വളരെ പവർഫുൾ ആയിട്ടുള്ള മോട്ടറാണ്. അതായത് നമുക്ക് ഈ വണ്ടിയിൽ 3 റൈഡിംഗ് മോഡുകൾ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈക്കോ മോഡുണ്ട്, നോർമൽ മോഡുണ്ട്, സ്പോർട്സ് മോഡുണ്ട്. ഈ ഒരു മോഡലിൽ നമ്മൾക്ക് ഹൈപ്പർ മോഡ് കിട്ടുന്നില്ല. പക്ഷേ സ്പോർട്സ് മോഡിൽ മാക്സിമം സ്പീഡ് 90 km/h വരെ സുഖമായിട്ട് പോകും. ആൻഡ് ഇതിൻ്റെ സർട്ടിഫൈഡ് മൈലേജ് എന്ന് പറയുന്നത് 151 കിലോമീറ്റർ ആണ്. പക്ഷേ നമുക്ക് ഏകദേശം ഒരു 120-125 കിലോമീറ്ററിൻ്റെ മൈലേജോളം ഈക്കോ മോഡൽ ലഭിക്കുന്നതാണ്. ആൻഡ് നോർമൽ മോഡൽ ഇടുവാണെങ്കിൽ ഏകദേശം ഒരു 100 കിലോമീറ്ററിൻ്റെ മൈലേജും, അതേപോലെ സ്പോർട്സ് മോഡൽ ഇടുവാണെങ്കിൽ 80-85 കിലോമീറ്ററിൻ്റെ മൈലേജും കിട്ടും. ഇപ്പോൾ നമ്മൾ ഈക്കോ മോഡിലാണ് പോകുന്നത്. സോ അത്യാവശ്യം കാമായിട്ടൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു മോഡ് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ഈ ഒരു മോഡിലായിരിക്കും നിങ്ങൾക്ക് മാക്സിമം റേഞ്ച് കിട്ടുന്നത്. 151 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി പറയുന്നത്. നമുക്ക് ഏകദേശം 125 കിലോമീറ്ററുള്ള റേഞ്ച് ഈ ഒരു മോഡിലാണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ നോർമൽ മോഡലാണ് ജനറലി എല്ലാവരും ഇട്ട് ഓടിക്കാൻ പോകുന്നത്. നോർമൽ മോഡലാണ്. ഇതിലെന്ന് വെച്ചാൽ നമുക്ക് റേഞ്ചിലും കോംപ്രമൈസ് ഇല്ല, എന്നാൽ സ്പീഡിലും കോംപ്രമൈസ് ഇല്ലാത്തൊരു രീതിക്കാണ് പോകുന്നത്. ഇപ്പോൾ സ്പോർട്സ് മോഡാണ്. സ്പോർട്സ് മോഡിൽ 0 to 40 km/h 3.3 സെക്കൻഡിൽ എത്തിക്കാനായിട്ട് പറ്റും. ഇതിലാണ് നിങ്ങൾക്ക് മാക്സിമം 90 km/h സ്പീഡ് വരുന്നത്. S1 Proയും S1 Airഉം കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് റൗണ്ടഡ് മിറേഴ്സ് ആണ് വരുന്നത്. ആ ഒരു റെട്രോ ലുക്ക് കുറച്ചുകൂടി കൊടുക്കാനായിട്ട്. ആൻഡ് ഫ്രണ്ടിലായിട്ട് ചെറിയ ഒരു വിൻഷീൽഡ് പോലെ ഇവിടെ കാണാനായിട്ട് പറ്റും ഫ്രണ്ടിൽ. ആൻഡ് താഴെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും തൂക്കിയിടാനായിട്ട്. അതേപോലെ ഇവിടെ 2 സ്പേസുകളുണ്ട്. നമുക്ക് ഫോണൊക്കെ ഇതിനകത്ത് ഇട്ട് വെക്കണമെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. S1 Proയിൽ നിങ്ങൾക്ക് ഡ്യുവൽ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. S1 Airൽ സിംഗിൾ സ്പീക്കറാണ്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ സ്പീക്കേഴ്സ് ഒന്നും തന്നെ ഇല്ല. സോ ഇതിൻ്റെ ഹോൺ നമുക്കൊന്ന് കേട്ട് നോക്കാം. സോ അത്യാവശ്യം ലൗഡായിട്ടുള്ളൊരു ഹോൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു വണ്ടി എത്രത്തോളം കംഫർട്ടബിൾ ആണ്? സോ ഞാൻ ഏകദേശം ഒരു 6 അടി പൊക്കം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇരിക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹൈറ്റ് തന്നെയാണ് കിട്ടുന്നത്. ആൻഡ് കാല് രണ്ടും നല്ല രീതിയിൽ തന്നെ താഴെ മുട്ടുന്നുണ്ട്. ഇരിക്കുമ്പോൾ നമുക്ക് അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ തന്നെയാണ് വരുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് സീറ്റ് നല്ല വലുതാണ്. സോ വളരെ വലിയ ഒരു സീറ്റാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഇനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെയായിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ട്രങ്ക് ഓപ്പൺ എന്ന് നമുക്ക് ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം വളരെ നല്ലൊരു സ്പേസ്, 34 ലിറ്റേഴ്സിൻ്റെ ഒരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. സുഖമായിട്ട് നമുക്ക് ഹെൽമെറ്റൊക്കെ വെക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു ഹെൽമെറ്റ് നമ്മൾ ഇതിനകത്ത് വെക്കുവാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഹെൽമെറ്റ് വെച്ചാലും ബാക്കി സാധനങ്ങളെല്ലാം വെക്കാനുള്ള സ്ഥലവും കിട്ടുന്നുണ്ട്. ഇനി പുറകിലിരിക്കുന്ന ആൾക്ക് പിടിച്ചിരിക്കാനായിട്ട് വളരെ നല്ല ഒരു റെയിൽ തന്നെയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ചാർജിങ് പോർട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ്. മറ്റ് 2 വണ്ടികളിലും കാണുന്ന പോലെ തന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ചാർജിങ് പോർട്ട് കിട്ടുന്നുണ്ട്. ഈ വണ്ടിയുടെ കൂടെ വരുന്ന ചാർജർ എന്ന് പറയുന്നത് ഒരു 500 വാട്ടിൻ്റെ ചാർജറാണ്. മറ്റ് 2 750 വാട്ടാണ്. 500 വാട്ട് ആയതുകൊണ്ട് തന്നെ ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 7-7.5 മണിക്കൂറോളം എടുക്കും. അതേപോലെ ഡ്യുവൽ ടോൺ ഫിനിഷ് ആണെങ്കിലും താഴെയായിട്ട് നമുക്ക് ഇങ്ങനെയാണ് ഫുഡ് റെസ്റ്റ് വരുന്നത്. ഇതിനകത്ത് ഇങ്ങനെ കൺസീൽഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അധികം വൃത്തികേടൊന്നും ഇല്ലാതെ എന്നാൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഫ്രണ്ടിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫസാണ് തരുന്നത്. സോ എന്തെങ്കിലും ഇവിടെ വെച്ചിട്ടൊക്കെ പോകണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബംപ് ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ഇവിടെ വെക്കാനായിട്ട് പറ്റും. മൊത്തത്തിൽ അവർ കുറേ അധികം റിഫൈൻമെൻറ്റ്സ് ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ ആസ്പെക്റ്റിൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വണ്ടിയിൽ റിവേഴ്സ് മോഡ് ഉണ്ട്, കീലെസ് ആണ്. ഓൾറെഡി ആപ്പ് വെച്ച് പ്രോക്സിമിറ്റി അൺലോക്ക് കൂടാതെ ആപ്പ് വഴി അൺലോക്കും ലോക്കും എല്ലാം ചെയ്യാൻ പറ്റും. ആപ്പിനകത്ത് വണ്ടിയുടെ സകല ഇൻസൈറ്റ്സും കാണാം. ഇപ്പോൾ ട്രങ്ക് ലോക്കാണ്, തുറക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ആപ്പിൽ നമ്മൾ ട്രങ്ക് ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ട്രങ്ക് ആപ്പിലൂടെ തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ ഈ വണ്ടിയിൽ ക്രൂയിസ് കൺട്രോൾ ലഭിക്കുന്നുണ്ട്. പിന്നെ ടേൺ ബൈ ടേൺ നാവിഗേഷനാണ് ഫ്രണ്ടിൽ ആ ഒരു ഡിസ്പ്ലേയിലൂടെ കിട്ടുന്നത്. ഓല പറയുന്നത് വർഷത്തിൽ ഏകദേശം 26,000 രൂപ വരെയും ഈ ഒരു വണ്ടി വഴി നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ്. കമ്പയർ ടു ഐസ് സ്കൂട്ടേഴ്സ്, അതായത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ സ്കൂട്ടേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് സേവിങ്സ് ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഓല S1 Next Plus ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഞാൻ
ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം കൂടാതെ ഇപ്പോൾ നിങ്ങൾക്ക് പല റേഞ്ചിൽ ഓല സ്കൂട്ടേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ ഒരു ഷോറൂമിൽ നമുക്ക് S1X+ മാത്രമല്ല ഓലയുടെ S1 എയറും അവൈലബിൾ ആണ്, അതേപോലെ S1 Pro സെക്കൻഡ് ജനറേഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഈ 3 വെഹിക്കിൾസ് തമ്മിൽ എന്താണ് ആക്ച്വലി ഇതിൻ്റെ വ്യത്യാസങ്ങൾ, ഇതിൽ ഏതൊക്കെ എത്രയൊക്കെ പ്രൈസിലാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം കൂടുതൽ സംസാരിക്കാനായിട്ട് നമുക്ക് ഓലയുടെ ഒരു എക്സിക്യൂട്ടീവിനെ വിളിക്കാം. സോ നമ്മുടെ കൂടെ ഓലയുടെ എക്സിക്യൂട്ടീവായിട്ടുള്ള ആഷിഖ് ഉണ്ട്. ഹായ്. സോ ഈ ഒരു മോഡലിനാണ് ഇപ്പോൾ ഓഫർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്താണ്? ആക്ച്വൽ 1,09,999 എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഇപ്പോൾ 20,000 ഡിസ്കൗണ്ട് ഉണ്ട്, 89,999 വരും. 89,999 എക്സ്ഷോറൂം പ്രൈസ്. ഇത് എപ്പോൾ വരെ ഉള്ളതാണ്? ഡിസംബറിൽ ഉണ്ടാവും, ഡിസംബറിൽ ഫുള്ളായിട്ട് ഉണ്ടാവും. ഓക്കെ. സോ ഡിസംബർ എൻഡ് വരെയാണ് ഈ ഒരു ഓഫർ നമുക്ക് വരുന്നത്. സോ ഈ ഒരു വണ്ടി കൂടാതെ നമുക്ക് ഓല എയറും ഉണ്ട്, ഓല S1 എയറും ഉണ്ട്, ഓല S1 Pro സെക്കൻഡ് ജനറേഷനും ഉണ്ട്. സോ ബേസിക്കലി ഇതിലെന്താണ് ഡിഫറൻസ് നോക്കാം. S1 എയറിൽ മെയിൻ ഡിഫറൻസ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹെഡ് യൂണിറ്റിൻ്റെ ഭാഗത്താണ്. ഹെഡ് യൂണിറ്റ് ഇത് ഫുൾ കവറായിട്ട് വരുന്നുണ്ട്. S1X സീരീസ് എടുത്തു ഹാഫ് കവറിങ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. പിന്നെ വരുന്നത് മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഡിസ്പ്ലേ 7-inch ടച്ച് സ്ക്രീനാണ് ഇതിൽ വരുന്നത്. അതിൽ ടച്ച് സ്ക്രീൻ വരല്ല, 5-inch LCD സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ആണ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ വരുന്നത് ചാർജിങ്ങിലാണ്. ചാർജർ ഡിഫറൻസ് ആണ് വരുന്നത്. അത് 500 വാട്ട്സ് ചാർജറാണ് അതിൽ വരുന്നത് X1X+ൽ. ഇതിൽ വരുന്നത് 720 വാട്ട്സ് ചാർജർ വരുന്നത്. ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എത്രയാണ്? ഇതിന് 1,19,999 ആണ് വരുന്നത്. 1,19,000. നെക്സ്റ്റ് മോഡൽ S1 Pro മോഡൽ. S1 Pro മോഡലിന് എക്സ്ഷോറൂം പ്രൈസ് 1,47,500 ആണ് വരുന്നത്. മേജറായിട്ട് ഡിഫറൻസ് ആണ് മോട്ടർ വൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് ബെൽറ്റ് റൺ മോട്ടറാണ് വരുന്നത്, മിഡ് IPM മോട്ടർ എന്ന് വരുന്നത്. ബെൽറ്റ് റൺ ആണ്. ഇതിൻ്റെ മോട്ടർ പവർ കൂടുതലുണ്ട്, 11 kW മോട്ടർ പവർ ഉണ്ട്. പിന്നെ പവർ വൈസ് കൂടുതലുണ്ട്. മാക്സിമം സ്പീഡ് 120 പോകും. 0 to 40 2.6 സെക്കൻഡ് റീച്ച് ആവുന്നത്. പിന്നെ രണ്ട് വരുന്നത് ഡിസ്പ്ലേക്കാണ് വരുന്നത്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസ്പ്ലേക്കാണ് വരുന്നത്. പിന്നെ ഇതിൽ S1X സ്പീക്കർ വരില്ല. S1 Pro മോഡലും S1 എയർ മോഡലും സ്പീക്കർ വരും, കോളിംഗ് ഫീച്ചേഴ്സ് വരും, മൈക്ക് ഉണ്ട്. S1X സീരീസിൽ വരില്ല. അത് ഡിസ്പ്ലേയിൽ കാണിക്കും, കോളിംഗ് മൈക്ക് ഫീച്ചേഴ്സ് അത് സ്പീക്കർ അതൊന്നും വരില്ല. ഈ വെഹിക്കിൾസിൻ്റെ സർവീസ് ഷെഡ്യൂൾ മെയിൻ്റെനൻസ്, കിലോമീറ്റർ വൈസ് മെയിൻ്റെനൻസ് ഒന്നും വരില്ല. ഇൻ കേസ് ഓഫ് വണ്ടിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സർവീസ് ചെയ്യേണ്ടി വരും. പിന്നെ മെയിനായിട്ട് വരുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഷൂൻ്റെതാണ്. ബ്രേക്ക് ഷൂ അറൗണ്ട് 5,000 to 10,000 കിലോമീറ്റർ ചേഞ്ച് ചെയ്യുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൾ റൈഡിങ് ആയിട്ടായിരിക്കും അത് വരുന്നത്. റാഷ് ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. നോർമൽ യൂസേജ് ഒക്കെ ആണെങ്കിൽ 10,000 12,000 കിലോമീറ്റർ ഒക്കെ വരാറുണ്ട്. വാറണ്ടി ബാറ്ററി, മോട്ടർ, ഡിസ്പ്ലേ ആൻഡ് ചാർജർ. നോർമൽ വാറണ്ടി 3 years. ആൻഡ് കസ്റ്റമർ ക്യാൻ എക്സ്റ്റെൻഡ് അപ് ടു 5 years വരെ എക്സ്റ്റെൻഡ് ചെയ്യാതെ. സോ എന്തായാലും നമ്മൾ ബോർഡിൽ കണ്ട പോലെ തന്നെ ഒരു പെട്രോൾ സ്കൂട്ടറിൻ്റെ പ്രൈസിൽ നമുക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് ഡെഫിനറ്റ്ലി ഈ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷയിലും കുറച്ചുകൂടി നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. പ്രത്യേകിച്ചും റൈഡിങ്ങിൻ്റെ കാര്യത്തിലായാലും പവർ ആയാലും ഈവൻ 2 പേര് വെച്ചിട്ട് എടുത്ത് വണ്ടി ഓടിച്ച് നോക്കിയപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് ബൂട്ട് സ്പേസും വളരെ കൂടുതലാണ്. പ്ലസ് ഫീച്ചേഴ്സ്, നിങ്ങൾക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ, കോൾ വരുമ്പോൾ ആരാ വിളിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നതും, എന്തിനാ നമുക്ക് റിവേഴ്സ് എടുക്കാനുള്ള ഓപ്ഷൻ പോലും ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഡിസംബർ മാസത്തിൽ നമുക്ക് ഈ ഒരു 20,000 റുപ്പീസിൻ്റെ ഡിസ്കൗണ്ടിൽ ഈ ഒരു വെഹിക്കിൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി എനിക്ക് വേർത്തായിട്ടാണ് തോന്നിയത്. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് ബാംഗ്ലൂരിൽ ഇന്ദിരാനഗറിലുള്ള ഓല എക്സ്പീരിയൻസ് സെൻറ്ററിലാണ്. നിങ്ങളും ഈ ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിയറസ്റ്റ് എക്സ്പീരിയൻസ് സെൻറ്ററിൽ ചെന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി വണ്ടി ഡെഫിനറ്റ്ലി എടുക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങളുടെ സ്ഥലത്തുള്ള ഓൺ റോഡ് പ്രൈസൊക്കെ അറിയാൻ ഓലയുടെ വെബ്സൈറ്റ് നോക്കിയാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം.